ബിസിനസിന്റെ ഏത് ഫംഗ്ഷൻ എടുത്താലും റിലേഷൻഷിപ്പിന് വളരെ വളരെ സ്ട്രോങ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ അതെ. അതായത് പ്രാസത്തിന് പറയുകയാണെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളാണ്. ബന്ധങ്ങളില്ലാതെ കച്ചവടം ഉണ്ടാവില്ല. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ദുബായ് പോഡ്കാസ്റ്റ് വേർഷൻ നന്നായി പോകുന്നു അല്ലേ? അതെ. അപ്പം കാണുന്ന ആളുകൾക്ക് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. തീർച്ചയായും. അപ്പം നമുക്ക് അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് പോഡ്കാസ്റ്റ്. നമ്മൾ എല്ലാ മാസവും കൂടെ ഉണ്ട് ഇൻഷാ അല്ലാ. ഉണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് സെയിൽസിനെ കുറിച്ചാണല്ലോ നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. സെയിൽസിൽ ബന്ധങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് പറയാം. ബാദ്ബായി പറഞ്ഞ് നിർത്തിയിടത്ത് തന്നെ ഞാൻ തുടങ്ങുകയാണ്. നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സെയിൽസ് ഓഫീസേഴ്സ് ഉണ്ടാവും. ബാങ്കിൻ്റെ കാർഡ് സെല് ചെയ്യാനും ക്രെഡിറ്റ് കാർഡ്സ് സെല് ചെയ്യാനും അക്കൗണ്ട്സ് ലോൺസ് ഒക്കെ സെല് ചെയ്യുന്നത് സെയിൽസ് ഓഫീസേഴ്സാണ്. ഓക്കെ. ഇന്ന് നോക്കിയാൽ ഈ ഇൻഡസ്ട്രിയിൽ ഇവരുടെ പേരൊക്കെ മാറി റിലേഷൻഷിപ്പ് ഓഫീസേഴ്സാണ്. സെയിൽസ് ഈസ് ഈക്വൽ ടു റിലേഷൻഷിപ്പ്. ഇന്നത് കാലം മാറിയപ്പോൾ പുതിയ ടെക്നോളജി, പുതിയ കാലഘട്ടത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങി സെയിൽസ് ഈസ് നത്തിങ് ബട്ട് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ സെയിൽസുമായിട്ട് കണക്ട് ചെയ്ത് ബിസിനസിന്റെ ഏത് ഫംഗ്ഷൻ എടുത്താലും റിലേഷൻഷിപ്പിന് വളരെ വളരെ സ്ട്രോങ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ അതെ. അതായത് പ്രാസത്തിന് പറയുകയാണെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളാണ്. ബന്ധങ്ങളില്ലാതെ കച്ചവടം ഉണ്ടാവില്ല. മധു സാർ പണ്ട് പറഞ്ഞിട്ടുണ്ടേ. മധു സാർ നമ്മുടെ മധുഭാസ്കർ സാറിന്റെ മൊബൈൽ ഇത് പറഞ്ഞപ്പോൾ പറയണം. മധുഭാസ്കർ സാറിന്റെ മൊബൈലിലുള്ള കോണ്ടാക്റ്റുകളാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ബന്ധങ്ങളെ കീപ്പ് ചെയ്യുന്നിടത്തെ സക്സസ് ഉള്ളൂ. ആബ്സല്യൂട്ട്ലി. അത് യൂസ് ചെയ്യും, അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും, അത് പ്രോആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ബന്ധങ്ങളെ യൂസ് ചെയ്യുന്നവരാണ് വലിയ വലിയ വിജയങ്ങളിലേക്കൊക്കെ പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു സയന്റിഫിക് ലൂപ്പ് ഉണ്ട്. ഏറ്റവും നല്ല റിലേഷൻഷിപ്പിലൂടെയാണ് ഏറ്റവും നല്ല വിശ്വാസങ്ങളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നല്ല ബന്ധമുള്ളപ്പോഴാണ് നല്ല വിശ്വാസം ഉണ്ടായി വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധം ഉണ്ടാകുമ്പോഴാണ് നല്ല വിശ്വാസം ഉണ്ടാവുന്നത്. നല്ല വിശ്വാസമുള്ളിടത്താണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അപ്പം നല്ല ബന്ധവും വിശ്വാസവും ആണ് ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. സെയിൽസ് ഒരു ട്രാൻസാക്ഷൻ ആണല്ലോ. ബിസിനസ് എപ്പോഴും ഒരു ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ആ ട്രാൻസാക്ഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ ഏറ്റവും നല്ല വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ? തീർച്ചയായും ചോദിക്കൂ. എപ്പോഴും എന്നോടാണല്ലോ ചോദിക്കാം. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും. ട്രസ്റ്റ് ഉണ്ടെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലേ? റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവും, ട്രസ്റ്റ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആദ്യം എന്താണ് ഉണ്ടാകേണ്ടത്? ആദ്യം ഉണ്ടാകേണ്ടത് റിലേഷൻഷിപ്പാണ്. ഞാൻ പറഞ്ഞു തരട്ടെ. ഞാനും നിങ്ങളും കൂടെ റിലേഷൻഷിപ്പ് ഉണ്ടായി. ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെയും എനിക്കും നിങ്ങളെയും ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്തു അല്ലേ? ആ ട്രസ്റ്റിൽ നിന്നല്ലേ നമ്മൾ വേറെ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. അതെ. നിങ്ങളൊരു ട്രസ്റ്റി ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ടായതും. അപ്പം ഇത് രണ്ടും ഓൾമോസ്റ്റ് കണക്റ്റഡാ. ഒന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ ചിക്കൻ ഓർ എഗ് ചോദിക്കുന്ന പോലെയാണ്, കോഴിയോ മുട്ടയോ. ആദ്യം ഏതുണ്ടായേ? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ ഉണ്ടായത്? ഞാൻ പറയും ഇത് വലിയ തർക്കമുള്ള വിഷയമാണ്. പലരും കോഴിയെന്ന് പറയും, ചില മുട്ടയെന്ന് പറയും. ഞാൻ പറയും ദൈവമൊന്നും. ദൈവം ആദ്യം ഉണ്ടായി, അപ്പൊ ദൈവം കോഴി ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നിട്ട് മുട്ട ഇട്ടിട്ട് അപ്പൊ എളുപ്പമായി. അപ്പോ അതുപോലെ തന്നെയാണ് ബന്ധങ്ങളാണോ വിശ്വാസമാണോ ആദ്യം ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആദ്യം ഉണ്ടാകേണ്ടത് ദൈവമായിട്ടുള്ളൊരു ബന്ധം, ദൈവികമായ ഒരു ബന്ധമാണ് ആദ്യം. അതെല്ലാം ഏത് ജാതിയാകട്ടെ, ഏത് മതവും, അങ്ങനെ മതത്തിനോ ജാതിക്കോ പ്രത്യയശാസ്ത്രത്തിനോ ഒരു ബന്ധവുമില്ല. കാരണം ആദ്യം ഉണ്ടാകേണ്ടത് ദൈവികമായ ഒരു ബന്ധമാണ്. ദൈവികം എന്ന് ഞാൻ പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അൽ വദൂദ് എന്ന് പറയും. ദൈവത്തിനെ പറയുന്നത് ദ മോസ്റ്റ് ലവിങ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹത്തിൽ നിന്നാണ് ബന്ധവും വിശ്വാസവും തുടങ്ങുന്നത്. അതിനൊരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻവിധിയോടുകൂടി ഒരു ബന്ധം നമ്മൾ തുടങ്ങിയാൽ ബന്ധവും തുടങ്ങില്ല, വിശ്വാസവും ഉണ്ടാവില്ല. അൺകണ്ടീഷണൽ ആയിട്ട്, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട്, അൺകണ്ടീഷണൽ ലവോടുകൂടി ആയിരിക്കണം ഇൻഫാക്ട്
ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ. അപ്പോൾ ബന്ധങ്ങളോ വിശ്വാസങ്ങളോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സ്നേഹം ഉണ്ടാകുന്നിടത്ത് ഇത് രണ്ടും ഒരുമിച്ച് വരും. സ്നേഹം ഉണ്ടാകുന്നിടത്ത്, അൺകണ്ടീഷണൽ സ്നേഹം ഉണ്ടാകുന്നിടത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവികമാകണം. ദൈവികമായാൽ അൺകണ്ടീഷണൽ സ്നേഹം ഉണ്ടാവും. അങ്ങനെ സ്നേഹം ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് വരും. അപ്പോൾ ഇനി ഇപ്പോൾ പലപ്പോഴും എന്നോട് പേഴ്സണലി എന്നെ അറിയാവുന്നവരൊക്കെ ഇപ്പോഴും പണ്ടും എന്നോട് പറയാറുള്ളത്, എടാ നീ പൊട്ടനാട്ടോ, നീ ആൾക്കാരെ കണ്ണുടച്ച് വിശ്വസിക്കും, നിനക്ക് പണി കിട്ടു കേട്ടോ. അങ്ങനെ എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. തോന്നലാട്ടോ. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയും എന്നോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കണ്ണോടച്ച ആൾക്കാരെ വിശ്വസിക്കരുത് കേട്ടോ, പണി കിട്ടും. ഞാൻ തിരിച്ച് പറയാറുള്ള എൻ്റെ സ്വാഭാവികമായിട്ടുള്ള എൻ്റെ പെർസ്പെക്റ്റീവ്, നിങ്ങൾ ഒരാളുമായിട്ട് കണക്ട് ചെയ്ത് അയാളുടെ മൂല്യങ്ങൾ, വാല്യൂസ് നിങ്ങൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാളെ കണ്ണുമടച്ച് വിശ്വസിക്കണം. തീർച്ചയായിട്ടും. 10 പേരെ കണ്ണുമടച്ച് വിശ്വസിച്ചാൽ ഒരു 2-3 പേരൊക്കെ പണി തരും. ഒരു 3-4 പേരൊക്കെ ചിലപ്പോൾ പണി തരും. പക്ഷേ ഒരു 5-6 പേരെ അവർ കണ്ണുടച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് പലപ്പോഴും നമ്മളായി ഇന്ന് നിലനിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, എന്നെ ആരൊക്കെയോ കണ്ണുടച്ച് വിശ്വസിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ആരെയൊക്കെയോ കണ്ണുമടച്ച് വിശ്വസിച്ചത് കൊണ്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഞാനായി മാറിയത്. അപ്പൊ ഈ ഒരു 3-4 പേരെ കരുതി ഞാൻ ഈ 6 പേരെ അല്ലെങ്കിൽ 7 പേര് എന്നെ ഞാനാക്കാൻ പ്രാപ്തമായ ഒരു 5-6 പേരെ ഞാൻ എന്തിനു ഉപേക്ഷിക്കണം? നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കണ്ണടച്ച് ആദ്യം ഫസ്റ്റ് നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന ആൾക്കാരുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ കാറിലെ സ്വകാര്യ സംഭാഷണത്തിൽ ഞാനൊരു കഥ പറയണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ പാർട്ട്ണർ കൂടെ ഇവിടെ ട്രെയിനിങ് ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത്, അന്ന് ഞാൻ ട്രെയിനറല്ല, ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം സെല്ല് ചെയ്യുന്ന ഒരു സെയിൽസ് പേഴ്സണാണ്. അപ്പം ഞാൻ ഒരു പ്രപ്പോസൽ ഒരു ക്ലയൻറ്റിന് കൊടുക്കുകയും ക്ലയൻറ്റ് എന്നെ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഈ പ്രപ്പോസലിൻ്റെ കോസ്റ്റിംഗ് ഭയങ്കര കൂടുതലാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല, വി വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ആസ് എ സെയിൽസ് പേഴ്സൺ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതൊരു ധർമ്മമാണ്. അപ്പം ഐ കീപ്പ് ഓൺ ഫോളോയിങ് അപ്പ്. ഞാനിങ്ങനെ തിരിച്ച് നിരന്തരമായി വിളിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, സുഖാണോ, ഇല്ല ഈ പ്രപ്പോസലിൻ്റെ സ്റ്റേജ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ ചോദിക്കുന്നത്. ഒരു ദിവസം ആൾ പറഞ്ഞു, നിങ്ങളൊന്ന് ഓഫീസിൽ വരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓഫീസിൽ പോയി. ഓഫീസിൽ ചെന്നപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യണം വിത്ത് എ കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ? അപ്പം നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്നത് പ്രൈസ് കുറയ്ക്കണം എന്നാണല്ലോ. ഡെഫിനറ്റ്ലി അതായിരിക്കുമല്ലോ ചിന്ത വരിക. നിങ്ങൾ പറഞ്ഞ പ്രൈസ് ഞാൻ പേ ചെയ്യാൻ വില്ലിങ് ആണ്, പക്ഷേ ട്രെയിനർ നിങ്ങളായിരിക്കണം. ഞാൻ ഇബാദുബായി എന്നെ സംബന്ധിച്ച് ഭയങ്കര വൈകാരികമായ നിമിഷം. കാരണം അന്ന് ഞാനും എൻ്റെ പാർട്ട്ണറും തമ്മിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് ഡൗൺ ചെയ്യുന്ന ഒരു പീരീഡാണ്. ഒരുപാട് സ്റ്റാഫുണ്ട്, സാലറി കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി, മാസങ്ങളായി, ആഴ്ചകളെന്നോ മാസങ്ങളെന്നോ ഒക്കെ പറയാം. മുമ്പോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ലാതെ കണ്ണിൽ ഇരുട്ട് കയറി നിൽക്കുന്ന സമയത്ത് ആൾ എൻ്റെ മുഖത്ത് നോക്കി പറയാണ്, നിങ്ങൾ ട്രെയിനറായിട്ട് വരികയാണെങ്കിൽ ഈ പ്രപ്പോസൽ ഞാൻ സൈൻ ചെയ്യാം. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, എന്നെ ചൂസ് ചെയ്യാൻ എന്താ കാരണം? കാരണം യു ഹാവ് നെവർ സീൻ മീ ട്രെയിനിങ് ആൻഡ് ടു ബി ഓണസ്റ്റ് ഞാൻ ഇതുവരെ ട്രെയിൻ ചെയ്തിട്ടില്ല ആരെയും. അപ്പം ആൾ പറഞ്ഞു, ഐ എം ഷുവർ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. വിശ്വാസം. അയാൾ എന്നെ കണ്ണുടച്ച വിശ്വസിച്ചേ. അദ്ദേഹത്തിന്റെ പേര് അജ്നാസ് എന്നാണ് കേട്ടോ. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത് എന്നെ ഏതോ ഒരു ഷോപ്പിംഗ് മോളിൽ വെച്ച് കണ്ടപ്പോൾ ഓടി അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനെന്ന മനുഷ്യനല്ലാതായിരിക്കണം. നിങ്ങളെ മറക്കുകയാണെങ്കിൽ ഞാനെന്ന മനുഷ്യനല്ലാതായിരിക്കണം. കാരണം ഈ ലോകത്ത് ആരും എന്നെ വിശ്വസിക്കാത്തപ്പോൾ എന്നെ വിശ്വസിച്ചു മനുഷ്യനാണ് നിങ്ങൾ.
ഞാൻ പിന്നീട് പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാഷനേറ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്ത് സ്വപ്നം കണ്ട് ട്രെയിനറല്ല, ഗതികെട്ട് ട്രെയിനറായവനാണ്. കാര്യം എൻ്റെ കൂടെയുള്ള സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ അജ്നാസ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട്, നിന്റെ കണ്ണിൽ ഞാനൊരു ഫയർ കാണുന്നുണ്ട്, നിനക്ക് ട്രെയിനറാകാൻ പറ്റും, നീ എൻ്റെ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് അയാള് കണ്ണു അടച്ച എന്നെ വിശ്വസിച്ചത്. അയാളന്ന് കണ്ണ് തുറന്ന് എന്നെ നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ട്രെയിനറിന്റെ കോലം എനിക്കില്ലായിരുന്നു. എൻ്റെ ഈ കുപ്പായത്തിന്റെ ഇന്ന് കാണുന്ന കളറൊന്നും അന്നില്ലായിരുന്നു. അപ്പൊ കണ്ണുടച്ച് വിശ്വസിക്കാൻ നമ്മൾക്കൊരു മാനസികാവസ്ഥ ഉണ്ടാകണമെന്നാണ്. അപ്പൊ ഇതിനൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ റിയാസെ, നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങളൊരു ടെക്നിക്കൽ ട്രെയിനറാണ്, നിങ്ങൾ വളരെ മാനേജ്മെന്റ് കൺസൾട്ടിങ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ പറയാ കണ്ണുടച്ച ആൾക്കാരെ വിശ്വസിക്കുക, ഇതിനകത്തൊരു വൈരുദ്ധ്യമില്ലേ? കണ്ണുടച്ച് വിശ്വസിച്ച പണി ഈ പറഞ്ഞ 3-4 പേരായാലും ആ പണി ചിലപ്പോൾ വലിയ പണിയാവില്ലേ? ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മൂല്യങ്ങളുമായി നിങ്ങൾ എഗ്രി ചെയ്തിട്ട് വേണം കണ്ണുടച്ച് വിശ്വസിക്കാൻ. നിങ്ങളുടെ മൂല്യങ്ങളല്ലേ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൂല്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാമെന്നാണ്. അതിന് പ്രവാചകൻ ഒരു മാതൃക തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു ചെറിയ പണമിടപാടൊന്നും നടത്തി നോക്കണം ആളുമായിട്ട്, സാമ്പത്തിക ഇടപാട് നടത്തി നോക്കണം. അല്ലെങ്കിൽ ഒരു യാത്ര പോവാ, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് സ്റ്റേ അയാളുമായിട്ട് നടത്തി നോക്കാം. ഇതിലൂടെയൊക്കെ അയാളുമായിട്ടുള്ള മൂല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് കാണുന്ന ഒരാളുമായിട്ട് എങ്ങനെ മൂല്യങ്ങൾ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, അയാൾ നമ്മളുമായിട്ട് ഇടപെടുന്നത് ഒബ്സർവ് ചെയ്താൽ ഒരു പരിധി വരെ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അയാളുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും, അല്ല അങ്ങനെയൊന്നും, അതൊക്കെ ചിലപ്പോൾ വലിയ പാടായിരിക്കും. നിങ്ങൾ ഇപ്പം നിങ്ങളും അയാളും കൂടെ ഫോർ എക്സാമ്പിൾ ഇബാദ് ഭായി ഒരു സുഹൃത്തിനെ കാണാൻ പോവാണ്. നാച്ചുറലി അയാൾ ഇബാദുമായിട്ട് ഇടപെടുന്ന ഒരു രീതി പോസിറ്റീവായിരിക്കും. കാര്യം നിങ്ങൾ ക്ലയൻറ്റോ അല്ലെങ്കിൽ നിങ്ങളൊരു സർവീസ് കൊടുക്കാൻ നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പം നിങ്ങളോട് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും അയാൾ പെരുമാറാൻ പോകുന്നത്. പക്ഷെ അവിടെ ചായ കൊണ്ടുവരുന്നൊരു വെയിറ്റർ ഇല്ലേ, അയാളുമായിട്ട് ഇയാൾ ഇടപെടുന്നതും കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ആ ഒബ്സർവേഷനിൽ നമുക്ക് അയാളുടെ സ്വഭാവം പിടികിട്ടും. നിങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ആറ്റിറ്റ്യൂഡേ കിട്ടുള്ളൂ. അതെ, ആ ചായ കൊണ്ടുവന്ന പയ്യനോട് ഇയാൾ ഇടപെടുന്നത് കണ്ടാൽ അയാളുടെ സ്വഭാവം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്യാരക്ടർ പറ്റും. കാരണം ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റാം, ക്യാരക്ടർ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇബാദുമായിട്ട് ഇടപെടുന്ന സമയത്ത് അയാളുടെ ആറ്റിറ്റ്യൂഡ് അയാൾ വേണമെങ്കിൽ മാറ്റിയൊക്കെ അയാൾക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസ്റ്റന്റ്ലി അയാൾ നാച്ചുറൽ ആകുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു വെയിറ്ററിന് കൂടെ ആയിരിക്കും, ചിലപ്പോൾ വേറൊരു ഫോൺ കോളിലായിരിക്കാം. ഭയങ്കര പോയിന്റ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരാളെ മനസ്സിലാക്കുക. എന്നിട്ട് മൂല്യങ്ങൾ ഓക്കെ ആണെങ്കിൽ പിന്നെ അയാളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക. അയാളുടെ കൂടെ ആ റിലേഷൻഷിപ്പ് ജേർണി ട്രാവൽ ചെയ്ത് നോക്കുക. പ്രോബബ്ലി യു മൈറ്റ് മേക്ക് ഓർ യു മൈറ്റ് ബ്രേക്ക്, ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് building that relationship. Thank you so much. എന്തായാലും നമ്മുടെ ആളുകൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ഈ ഒരു എപ്പിസോഡ്. താങ്ക് യു. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.